ഫോൺ പൊക്കി പിടിച്ച് നടക്കുന്ന എല്ലാവരും ഓൺലൈൻ മീഡിയക്കാരല്ല. ഈ സലീം കുമാറിന്റെ മരണാനന്തര ചടങ്ങിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഓൺലൈൻ മീഡിയക്കാരെ തലക്കടിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു. ഇതില് മുഖ്യമന്ത്രി വി ഡി സതീശന് മാല ഇട്ട് കൊടുത്തത് ഓൺലൈൻ മീഡിയക്കാരനാണോ? ദിലീപേട്ടൻ വന്നപ്പോ സെൽഫി എടുത്ത ഓൺലൈൻ മീഡിയക്കാരനാണോ? മകൻ ചന്തു ദേഷ്യപ്പെട്ട് പറയുന്ന ഓൺലൈൻ മീഡിയക്കാരനോടാണോ? അത് ഉത്തരം പറ. അത് സാർ ഉൾപ്പെടെ ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും കൈ കൊടുത്ത് നടന്നു വരുന്ന ഒരു ദൃശ്യം ഞാൻ കണ്ടു. ശരിക്കും ഇത് റിയാലിറ്റി ഷോ ആണോ, മരണാനന്തര ചടങ്ങാണോ? നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. ഒരു അവാർഡ് ഷോയിൽ വരുന്നത് പോലെ ജനങ്ങൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്നു, താരങ്ങൾ വരുമ്പോൾ കൈ കൊടുക്കുന്നു. മരിക്കുന്ന ഒരു ബോഡി അവിടെ കിടപ്പണമെന്നുള്ള ചിന്തയൊന്നുമില്ല. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. അപ്പോഴല്ലേ പെടലേക്ക് വെക്കുന്ന ഓൺലൈൻ മീഡിയ എല്ലാം ഒന്നും ഓൺലൈൻ മീഡിയ കുറ്റം പറയാൻ പറ്റത്തില്ല സാറേ. നിന്റെ ഈ കളി ആവർത്തിക്കുകയാണെങ്കിൽ ഈ മാധവന്റെ വേറൊരു മുഖം നിനക്ക് കാണേണ്ടി വരും. ഇത് ചെയ്യുന്നത് ഓൺലൈൻ മീഡിയക്കാരൊന്നും ഒരു സാറ്റലൈറ്റും ചെയ്യുന്നുണ്ട്. ദിലീപേട്ടന്റെ വീട്ടിൽ ഡ്രോൺ പറത്തി അടുക്കള വെച്ചവന്മാരുണ്ട്. നമ്മളെയാണല്ലോ മച്ചമ്പി. അല്ല മോനെ, അതല്ല ചേച്ചി, ദിലീപേട്ടന്റെ വീട്ടിൽ ഡ്രോൺ പറത്തി പറയട്ടെ, ഞാൻ പറഞ്ഞ അടുക്കളയെ കൊണ്ടുവച്ച ന്യൂസ് താൻ കൂടുതലൊന്നും പറയണ്ട. പൂർണ്ണമായിട്ട് ഓൺലൈൻ മീഡിയക്കാരെ തള്ളി പറയാതെ ഈ സാറ്റലൈറ്റുകാരും കുറ്റം പറയണം. 100% ഞാൻ യോജിക്കുന്നു. പറഞ്ഞല്ലോ, ഈ ഓൺലൈൻ മീഡിയക്കാർ ഇടിച്ചു കയറി ചെല്ലുന്നത് എത്ര ന്യൂസ് 24 ന്യൂസിൽ ഒരാളുടെ മൈക്ക് ഐ ഡി മോഹൻലാലിന്റെ കണ്ണി കുത്തിയോ? കണ്ണി കുത്തിയിട്ടുണ്ട്. അതല്ല ഉദ്ദേശം. 24 ന്യൂസിൽ ഒരാളുടെ മൈക്ക് ഐ ഡി മോഹൻലാലിന്റെ കണ്ണി കുത്തിയോ? എടാ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഞാൻ പറഞ്ഞില്ല, ഇത് എല്ലായിടത്തും വേണ്ടതാ. ഇത് പിണറായി വിജയനെ അറിയുമ്പോ ഫീൽ ചെയ്യരുത്. നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. നടന്നിട്ടില്ലാത്ത സംഭവം ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇരുന്നോണ്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞത്. നടന്നിട്ടില്ലാത്ത സംഭവം ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇരുന്നോണ്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞത്. ഗോപാലൻ ചേട്ടാ, ചേട്ടൻ ആരോ പറഞ്ഞു പറ്റുന്നതാ. എന്റെ അത്രക്ക് വിശ്വാസമില്ലേ? നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന കേൾക്കാൻ സൗകര്യമില്ല. അല്ല, എനിക്കൊരു സംശയം. ഇപ്പൊ നമ്മ പറഞ്ഞെല്ലാം ടിവിയിൽ വരുമോ? ടിവിയിൽ വന്നാലെന്ത്, വന്നില്ലെങ്കിൽ എന്ത്? കുറച്ചു കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം.